ഹായ്, ഞാൻ ഐഷ ഷംസ്. ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷം? ഞാൻ ഇന്നിവിടെ പരിപ്പും ചക്കക്കുരും താളിച്ച് വെച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. എന്നാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കുക്കർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പരിപ്പ് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴുകി ഇതിനകത്തേക്ക് ഇട്ട് ഞാൻ ചക്കക്കുരു ഇട്ടു കേട്ടോ. ഞാനൊരു 100 ഗ്രാം പരിപ്പൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി മുറിച്ചിടണമെന്നില്ല. ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ടാൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടും കേട്ടോ. ചെറിയ ഉള്ളി മുറിക്കാണ്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഞാൻ ചക്കക്കുരു ഇട്ട് അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക് കേട്ടോ. ഈ പച്ചമുളക് നല്ല എരിവുണ്ട്. മുളക് പൊടി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പച്ചമുളകിന് എരിവുള്ളത് കൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല. എന്നിട്ട് ഞാനൊരു തക്കാളി ഇട്ട്. തക്കാളി കൂടുതലാവാൻ പാടില്ല കേട്ടോ. തക്കാളി കൂടുതലാകുമ്പോൾ വല്ലാത്തൊരു പുളി ഉണ്ടാവും, കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകേ. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് എത്രയാണോ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. 2-3 കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ വെള്ളം ഒഴിക്കണേ. നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇടണം. നമ്മൾ ആ സ്പൂണോട് ഇളക്കി കൊടുത്തിട്ട് ആ സ്പൂൺ ഇതിനകത്തേക്ക് ഇടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് കറി തിളച്ച് പുറത്ത് പോവാതിരിക്കാനായിട്ട് കുക്കറിനകത്ത് വെക്കുമ്പോൾ. അപ്പം ഈ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് പോകില്ല. ചിലവർ കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ചില കറികൾക്ക് കുഴപ്പമില്ല. ചില കറികൾ വെക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സ്പൂൺ, അപ്പം ഞാൻ ചോറൊക്കെ വെക്കുമ്പോൾ ഒരു സ്പൂൺ അതിനകത്തേക്ക് ഇട്ടുകോ, എന്നാൽ ഈ പുറത്തേക്ക് തൂവി പോകില്ല. പിന്നെ കുക്കർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കുക്കർ നമ്മൾ എപ്പോഴും നന്നായിട്ട് ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആ ട്യൂബിലൂടെ വെള്ളം ഒഴിച്ച് നോക്കണം, ഒക്കെ ചെയ്യണം. ഇപ്പോൾ പരിപ്പും ചക്കക്കുരുമൊക്കെ നല്ലോണം വെന്ത് ആ സ്പൂൺ നിന്നെടുത്ത് മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുക്കർ നല്ലോണം അതിൻ്റെ വാഷറും ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് ഇതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൂടെ വെള്ളം പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ വെയിറ്റ് ഊരിയിട്ട് അതിൻ്റെ ആ സാധനം ഊരിയിട്ട് നമ്മളതും നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ നല്ല സാധ്യതയാണ്. ഇത് നമ്മൾ നല്ലോണം തവി കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് കണ്ടോ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല കണ്ടോ, അതേപോലെ നിൽക്കുന്നുണ്ട്. എന്ത് രസമാണ് ഈ കറി, നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് എത്രയാണോ വെളിച്ചെണ്ണ വേണ്ടി അത്ര ഒഴിക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. താളിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്കൊരിക്കലും താളിക്കാണ്ട് ഇത് കൂട്ടാം. പക്ഷേ ഇവിടെ താളിക്കണം കുട്ടികൾക്കുള്ളത് കൊണ്ടാണ് ഞാൻ താളിച്ചത്. കടുകിട്ട് കരിവേപ്പിലിട്ട് ഉണക്കമുളക് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് കോരി ഒഴിച്ചിട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ടൊന്ന് മെല്ലെ തിളച്ച് വരണം. ആ എണ്ണയിലൊന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് ഇതായിട്ട് വരണം കേട്ടോ. ഇങ്ങനൊരു കറി നിങ്ങൾ വെച്ച് നോക്കും. അപ്പോൾ മഴക്കാലമൊക്കെ അല്ല, ഇപ്പം മീനൊക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പം നമുക്കൊരു ചക്കക്കുരു എല്ലാവരുടെ അടുത്തും ഇപ്പം ഉണ്ടാവും. ഇനി ചക്കക്കുരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപ്പിട്ട് ഇങ്ങനെ ചക്കക്കുരു ഇല്ലാണ്ടും വെക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.